ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. കുടുംബ കൂട്ടായ്മ ചർച്ചാവേദിയിലെ 7ാം എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഒരു പൗരൻ നിലയിൽ നമുക്ക് നിരവധി ദേശീയ സുരക്ഷാ പദ്ധതികൾക്ക് അർഹതയുണ്ട്. എന്താണ് ദേശീയ സുരക്ഷാ പദ്ധതികളെന്നും അതെപ്രകാരമാണ് നാം ഓരോരുത്തരും പ്രയോജനകരമാക്കേണ്ടതുമെന്നുമുള്ള വിഷയത്തെക്കുറിച്ച് പ്രായോഗികമായ ചർച്ചകൾക്ക് നേതൃത്വം കൊടുക്കുക കിസാൻ സർവീസ് സൊസൈറ്റിയുടെ ദേശീയ ചെയർമാൻ ശ്രീ ജോസ് തയ്യിൽ സാറും അതിരൂപത കുടുംബ കൂട്ടായ്മയുടെ ജനറൽ സെക്രട്ടറിയും നമ്മുടെ പാസ്റ്ററൽ കൗൺസിൽ സെക്രട്ടറിയും കണ്ണൂർ ദീപിക യൂണിറ്റിൻ്റെ സർക്കുലേഷൻ മാനേജറുമായ ശ്രീ ജോർജ് തയ്യിൽ സാറുമാണ്. ഈ എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ജോസാറെ, അങ്ങേക്ക് ഹൃദ്യമായ സ്വാഗതം. സോഷ്യൽ സെക്യൂരിറ്റി സ്കീംസ് അഥവാ സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾ എന്ന് പറയുമ്പോൾ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതിൻ്റെ ഗുണം ആർക്കൊക്കെയാണ് ലഭിക്കുന്നത്? നമ്മുടെ ഈ സമൂഹത്തിൽ ഏറ്റവും അവശത അനുഭവിക്കുന്നവർ, രോഗം കൊണ്ട് വലയുന്നവർ, സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളും അവരുടെ ജനങ്ങൾക്ക് വേണ്ടി ഏർപ്പെടുത്തുന്ന ഒരു പദ്ധതിയാണ് ഈ സോഷ്യൽ സെക്യൂരിറ്റി സ്കീം. ഇന്ത്യ ഗവൺമെൻറ്റും നമ്മുടെ ഇന്ത്യയിലെ സാധാരണക്കാരായ ജനങ്ങളെ മുന്നിൽ കണ്ടുകൊണ്ട് സോഷ്യൽ സെക്യൂരിറ്റി സ്കീം നടപ്പിലാക്കിയിട്ടുണ്ട്. ഇതിൽ പ്രത്യേകിച്ച് നമുക്ക് പെൻഷൻ പദ്ധതി എന്ന് പറയുന്ന പദ്ധതി 6 പെൻഷൻ പദ്ധതികൾ സെൻട്രൽ ഗവൺമെൻറ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. അത് വാർദ്ധക്യകാല പെൻഷൻ എന്നുള്ള പേരിലും, അതുപോലെ തന്നെ വിധവ പെൻഷൻ, അവിവാഹിതരായ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള പെൻഷൻ, അതേപോലെ തന്നെ മാനസികമായി തളർന്നു പോയിട്ടുള്ളവർക്കും ശാരീരികമായി തളർന്നവർക്കും വേണ്ടിയിട്ടുള്ള ഡിസബിലിറ്റി പെൻഷൻ, ഇങ്ങനെ 6 സുരക്ഷാ പദ്ധതികളാണ് സെൻട്രൽ ഗവൺമെൻറ് സാമൂഹ്യ സുരക്ഷാ പദ്ധതിയുടെ ഭാഗമായിട്ട് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. കേരള ഗവൺമെൻറ് കേരളത്തിൽ ഗവൺമെൻറ് ഇത്തരം സുരക്ഷാ പദ്ധതികൾ എന്തെങ്കിലും തുടങ്ങി വെച്ചിട്ടുണ്ടോ? ഈ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഈ സാമൂഹ്യ സുരക്ഷാ പദ്ധതിയിലും കേരള ഗവൺമെൻറ് ഒരു വിഹിതം അടച്ചുകൊണ്ടാണ് ആ പദ്ധതി പോകുന്നതെങ്കിൽ പോലും കേരളത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ലോകത്തെ ഏറ്റവും കൂടുതൽ ക്ഷേമ പെൻഷനുകൾ ഏർപ്പെടുത്തിയിട്ടുള്ള ഒരു സംസ്ഥാനം കേരളമാണ്. ഏതാണ്ട് 35ലധികം ക്ഷേമ പെൻഷനുകൾ ഇപ്പോൾ കേരളത്തിലുണ്ട്. അത് പങ്കാളിത്തമാണ്. നമ്മളൊരു തുക നിക്ഷേപിക്കുമ്പോൾ ഗവൺമെൻറ്റും അത്രയും തുക അതിലേക്ക് നിക്ഷേപിച്ചുകൊണ്ട് ഇന്ന് വിവിധ മേഖലയിൽ സേവനം ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് ക്ഷേമ പദ്ധതികളുണ്ട്. അത് ചുമട്ടുതൊഴിലാളികളായിക്കോട്ടെ, തയ്യൽ തൊഴിലാളികളായിക്കോട്ടെ, കെട്ടിട നിർമ്മാണമായിക്കോട്ടെ, കർഷക തൊഴിലാളികളായിക്കോട്ടെ, പീഡിക തൊഴിലാളികളായിക്കോട്ടെ, സർക്കാർ ജീവനക്കാരായിക്കോട്ടെ, എല്ലാവർക്കും ഒരു പെൻഷൻ പദ്ധതി. ലോകത്തെ ഏറ്റവും കൂടുതൽ പെൻഷൻ ഉള്ള ഒരു സംസ്ഥാനം എന്ന് പറയുന്നത് നമ്മുടെ കേരളമാണ്. അതിൽ നമ്മളൊരു വിഹിതം അടച്ചുകൊണ്ടാണ് ആ പദ്ധതി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ 2020 കേരളത്തിലെ കർഷകർക്ക് വേണ്ടിയിട്ടും 5 ഏക്കർ വരെ 5 ലക്ഷം രൂപ വരെ വരുമാനമുള്ള ആൾക്കാർക്ക് ചേരാൻ പറ്റുന്ന കർഷക ക്ഷേമനിധി ബോർഡും നിലവിൽ വന്നിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു കുടുംബത്തിൽ ഒരാളെങ്കിലും ക്ഷേമനിധി ബോർഡിൽ അംഗമായിരിക്കണം എന്ന് നമുക്ക് പറയാൻ കഴിയുമോ? അതെ, എല്ലാ വീട്ടിലും നമുക്ക് ഒരു ക്ഷേമ പദ്ധതിയിൽ ഉറപ്പായിട്ടും നമ്മൾ ചേരണം, ഏതെങ്കിലും ഒരു പദ്ധതിയിൽ. രണ്ടാമത് നമുക്ക് അതേപോലെ തന്നെ ഇൻഷുറൻസും എല്ലാ വീട്ടിലും ഉറപ്പ് വരുത്തേണ്ട ആവശ്യകത. ഇൻഷുറൻസിന്റെ പറയുമ്പോൾ സാറേ, സാധാരണക്കാരായ ജനങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ ചെലവിൽ എടുക്കാവുന്ന മെഡിക്ലെയിം പോളിസികൾ ഏതൊക്കെയാണ്? നമുക്ക് ഇന്ത്യയിൽ നമുക്ക് 4 സർക്കാർ മേഖലയിലുള്ള സ്ഥാപനങ്ങളും അതുപോലെ തന്നെ 30ലധികം പ്രൈവറ്റ് മേഖലാ സ്ഥാപനങ്ങളും ഇന്ന് ഇൻഷുറൻസ് ചെയ്യുന്നുണ്ട്. ഇവിടെ എല്ലാ ഇൻഷുറൻസ് കമ്പനിയോടും IRDA അനുശാസിച്ചിട്ടുള്ളത് ഏറ്റവും താഴത്തെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് മൈക്രോ പോളിസികൾ ചെയ്യണമെന്ന് നിർബന്ധം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാ ഇൻഷുർ കമ്പനിയും ചെറിയ റേറ്റിൽ ഇപ്പോൾ 10,000 രൂപയുടെ മെഡിക്ലെയിം, 25,000 രൂപയുടെ മെഡിക്ലെയിം, 50,000 രൂപയുടെ മെഡിക്ലെയിം, അതൊരു 300 രൂപ 500 രൂപ അടച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടത്തക്ക രീതിയിലുള്ള മെഡിക്ലെയിം പോളിസികളുണ്ട്. ഒരു ദിവസം പോയി ആശുപത്രിയിൽ അഡ്മിറ്റ് ആയാൽ നമുക്കിത് ക്ലെയിം ചെയ്യാൻ പറ്റും. ഒരു പനി പിടിച്ചിട്ട് ഹോസ്പിറ്റലിൽ പോയി കിടന്നാൽ പോലും ഈ ക്ലെയിം നമുക്ക് കിട്ടും. അത് സാധാരണ ഗ്രൂപ്പായിട്ടാണ് കൂടുതലും ചെയ്യുക. സാധാരണ NGOസോ അല്ലെങ്കിൽ സോഷ്യൽ സർവീസ് സൊസൈറ്റികളോ ഒക്കെ ഇങ്ങനെയുള്ള പദ്ധതികൾ ഏറ്റെടുത്ത് ചെയ്യാറുണ്ട്. അപ്പോൾ അതാണ് നമുക്ക് ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു മെഡിക്ലെയിം പോളിസി എന്ന് പറയുന്നത്. എന്നാൽ ഇപ്പം നമുക്ക് പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റ് ഈ അപകട ഇൻഷുറൻസ് എന്നുള്ള പേരിൽ പല സ്കീമുകൾ ഇപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക്
ഇപ്പോൾ പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റ് 755 രൂപ അടച്ചു കഴിഞ്ഞാൽ 15 ലക്ഷം രൂപയുടെ കവറേജ് കിട്ടുന്ന ഒരു പോളിസിയുണ്ട്. ഈ 15 ലക്ഷം രൂപ അപകടത്തിൽ വരുന്നവർക്കാണോ അല്ലോ സാധാരണ? അപകടം മൂലം മരണപ്പെട്ടു പോവുകയാണെങ്കിലും 15 ലക്ഷം രൂപ കിട്ടും. അപകടം മൂലം നമ്മൾ അവശനായി ഇനി നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റിയാൽ എന്നൊരു ഡോക്ടർ സർട്ടിഫിക്കറ്റ് കിട്ടിയാലും നമുക്ക് 15 ലക്ഷം രൂപ കിട്ടും. അതിൽ തന്നെ നമുക്ക് ചികിത്സാ ചെലവെന്നുള്ള രീതിയിൽ 1 ലക്ഷം രൂപ വരെ കവറേജ് കിട്ടും. നമുക്ക് ഈ ചികിത്സാ സഹായം ലഭിക്കുന്ന കേന്ദ്ര ഗവൺമെന്റിന്റെയോ സംസ്ഥാന ഗവൺമെന്റിന്റെയോ പോളിസികൾ, അവരുടെ പിന്തുണയുള്ള പോളിസികൾ എന്തെങ്കിലും? ചികിത്സാ സഹായങ്ങൾ ഇൻഷുറൻസ് ആണ്. ഇപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് പുതിയതായിട്ട് കൊണ്ടുവന്നിരിക്കുന്ന ഒരു പദ്ധതിയാണ് ആയുഷ്മാൻ ഭാരത് എന്നുള്ള പദ്ധതി. അത് 70 കഴിഞ്ഞ പൗരന്മാരെ രാജ്യം ഏറ്റെടുത്ത് അവർക്ക് വേണ്ട ചികിത്സ കൊടുക്കുക എന്നുള്ള കാര്യം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈ പദ്ധതി നടപ്പിലാക്കിയിരിക്കുന്നത്. പക്ഷേ കേരളത്തിൽ അത് ഇംപ്ലിമെൻറ്റിങ്ങിന് തടസ്സം വന്നുകൊണ്ടിരിക്കുന്നു. കേരള ഗവൺമെൻറ് നിലവിലൊരു സംവിധാനം ഇപ്പോൾ കേരള ഗവൺമെൻറ്റിൻ്റെ ഉണ്ട്. അപ്പോൾ അത് ഉള്ളവർക്ക് ഇപ്പോൾ ഇതിലേക്ക് ചേർന്ന് കഴിഞ്ഞാൽ നിലവിലുള്ളതും അവർക്ക് ഇപ്പോൾ കട്ടായി പോകുന്നൊരവസ്ഥ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും വലിയ കാലതാമസം ഇല്ലാതെ തന്നെ നമ്മുടെ ആരോഗ്യമന്ത്രിയും പറഞ്ഞിട്ടുണ്ട്, അക്ഷയ ത്രൂ അതിന് വേണ്ടിയിട്ടുള്ള സർവീസുകൾ ആരംഭിക്കുമെന്ന്. ഏതാനും നാളുകൾക്കുള്ളിൽ അതുണ്ടാവും. അത് ഘട്ടം ഘട്ടമായി ഗവൺമെൻറ് കുറച്ചുകൊണ്ട് ഇപ്പോൾ 70 വയസ്സാണെങ്കിൽ മിക്കവാറും അടുത്ത ഇലക്ഷനോട് കൂടി അത് 65 ആകും, പിന്നീട് അത് 60 ആകും. 60 വയസ്സിന് മുകളിലേക്കുള്ള എല്ലാവർക്കും രാജ്യം സെക്യൂരിറ്റി കൊടുക്കുന്ന ഒരു സിസ്റ്റത്തിലേക്കാണ് അതിൻ്റെ ഒരു തുടക്കമാണ്. കേരളം കൂടി അതിലേക്ക് കേരളവും അതിൻ്റെ ഒരു വിഹിതം അടയ്ക്കേണ്ടത് കൊണ്ടാണ് അടച്ചു കഴിഞ്ഞാൽ നമുക്കും അത് ലഭ്യമാണ്. റെഡിയായിട്ട് വരും സാർ. അതുപോലെ തന്നെ ഇപ്പോൾ 2 ലക്ഷം രൂപ അല്ലെങ്കിൽ 3 ലക്ഷം രൂപയുടെ മെഡിക്ലെയിം പോളിസി ഉള്ള ആളുകൾ, പക്ഷെ അദ്ദേഹത്തിന് പിന്നെ ചികിത്സാ ചെലവ്, ഇപ്പോൾ ക്യാൻസറോ ഒക്കെ അങ്ങനെ വലിയ രോഗങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ വലിയ ചികിത്സാ ചെലവാണെന്ന് അറിയാമല്ലോ. 10 ലക്ഷം രൂപയും അല്ലെങ്കിൽ 8 ലക്ഷം രൂപയൊക്കെ ചികിത്സാ ചെലവ് വന്നാൽ ഈ വ്യക്തിക്ക് ആ തുക എങ്ങനെയാണ് അദ്ദേഹത്തിന് അതിൻ്റെ ചെലവ് വഹിക്കാൻ കഴിയും? സാധാരണ ഇപ്പോൾ നമുക്ക് വലിയ കേസുകളൊക്കെ വരുമ്പോൾ നമ്മൾ കണ്ടാണ് പിരിവെടുക്കുന്ന സംവിധാനം. നാട്ടുകാരുടെ കൂടി പിരിവെടുത്തിട്ടാണ് സാധാരണ ഇങ്ങനെയൊക്കെ വരുന്ന സാഹചര്യങ്ങളിൽ ഇന്ന് ഞാനിങ്ങനെ വരുന്ന വഴിക്ക് ഒരു അപകടത്തിൽ പരിക്ക് പറ്റിയൊക്കെ വേണ്ടി പിരിവെടുക്കുന്നതാണ്. സത്യത്തിൽ അതിലേക്ക് പോകുന്നതിന് പകരം ഇന്ന് ഗവൺമെൻറ് സംവിധാനത്തിലൂടെ, ഇൻഷുറൻസ് സംവിധാനത്തിലൂടെ നമുക്ക് ഈ ടോപ്പ് അപ്പ് പോളിസി എന്ന് പറഞ്ഞൊരു പോളിസി ഇപ്പോൾ നിലവിലുണ്ട്. അത് മെഡിക്ലെയിമായിട്ട് തന്നെ കിട്ടും. അതായത് നമുക്കൊരു മാരകമായ രോഗം വന്നു പോയാൽ, അതായത് അവരുടെ ലിസ്റ്റിൽ 536 രോഗങ്ങൾക്കുള്ള കവറേജ് ടോപ്പ് പോളിസി കിട്ടുന്നുണ്ട്. ടോപ്പ് പോളിസിയുടെ പ്രത്യേകത 536 രോഗങ്ങൾ ഏതാണ്ട് എല്ലാ കവറേജ് ആയി. അപ്പോൾ ഈ ടോപ്പ് പോളിസിയുടെ ഒരു പ്രത്യേകത എല്ലാ ഇൻഷുറൻസ് കമ്പനിക്കും ഉണ്ട്. ടോപ്പ് പോളിസിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരു 15 ലക്ഷം രൂപയുടെ കവറേജിന് നമ്മൾ ഏകദേശം അടയ്ക്കേണ്ടത് 899 രൂപയുള്ളൂ. അത്രയേ ഉള്ളൂ. അത് ഭാര്യയും ഭർത്താവും ഉണ്ടെങ്കിൽ 1299 രൂപ, ഭാര്യയും മക്കളും ഉണ്ടെങ്കിൽ, ഇതൊക്കെ നമുക്ക് ആളുടെ എണ്ണം അനുസരിച്ച് ചെറിയ പൈസ 1799 രൂപ ഉണ്ടെങ്കിൽ ഒരു അച്ഛനും അമ്മയും 2 മക്കൾക്കും കൂടെ ഈ 15 ലക്ഷം രൂപയുടെ കവറേജ് കിട്ടത്തക്ക രീതിയിലുള്ള പോളിസി ഇപ്പോൾ പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റ് മസൂഫ എന്ന് പറയുന്ന കമ്പനിയുമായി സഹകരിച്ച പോളിസി നടപ്പിലാക്കുന്നുണ്ട്. ഇതിൻ്റെ ഗുണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത് ഇൻഷുറൻസ് ഇല്ലാത്ത ആൾക്കാർക്ക് ഈ ടോപ്പ് അപ്പ് എടുക്കാം. ഒരു ഇൻഷുറൻസും ഇല്ല. അങ്ങനെയുള്ള ആൾക്കാർക്കും ഈ പോളിസി എടുക്കാം. എന്താ അതിൻ്റെ ഗുണം ചോദിച്ചാൽ, 2 ലക്ഷം രൂപ നമ്മൾ ഏതൊക്കെ കമ്പനികളാണ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്? എല്ലാ കമ്പനിക്കും ഇതുണ്ട്. പക്ഷേ നമ്മളോട് ഈ കമ്പനികൾ ഇത് പറയുന്നില്ല എന്നുള്ളതാണ്. ടോപ്പ് അപ്പിനെ അവരധികം പ്രോത്സാഹിപ്പിക്കത്തില്ല. കാരണം നിങ്ങളുടെ കയ്യിലുള്ള നിലവിലുള്ള പോളിസി 2 ലക്ഷത്തിന് ചിലപ്പോൾ ഒരു 12,000 13,000 അടയ്ക്കുന്നുണ്ടാകാം. അത് 3 ലക്ഷം ആക്കി കഴിഞ്ഞാൽ അവർക്ക് അത് 15-16 ആയിട്ട് കിട്ടും. അതുകൊണ്ട് അതിനെ വർദ്ധിപ്പിക്കാനേ കമ്പനികൾ താല്പര്യം കാണിക്കത്തുള്ളൂ. ഇപ്പോൾ ടോപ്പ് അപ്പ് പറഞ്ഞു തരുന്നില്ലെങ്കിൽ നമ്മൾ ഇത് പറഞ്ഞു കൊടുത്ത് ഇങ്ങനെയുള്ളൊരു പോളിസിയെ പ്രൊമോട്ട് ചെയ്ത് കൊണ്ടുവരേണ്ട ഉത്തരവാദിത്തം കൂടെ എന്നെ കേൾക്കുന്നവർക്കും നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. അതുപോലെ തന്നെ 70 വയസ്സ് കഴിഞ്ഞവർക്കുള്ള ആരോഗ്യ സുരക്ഷാ പദ്ധതികൾ എന്തൊക്കെയാണ്? കാരണം ഇപ്പോൾ കേരളം പ്രായമുള്ളവരുടെ ഒരു ഗണമായി മാറിക്കഴിഞ്ഞു. ഈ 70 വയസ്സ് കഴിഞ്ഞവർക്ക് പ്രത്യേകിച്ച് ആരോഗ്യ സുരക്ഷാ പദ്ധതി എന്ന് പറഞ്ഞാൽ സെൻട്രൽ ഗവൺമെൻറ് ആയുഷ്മാൻ ഭാരത് മാത്രമേ ഉള്ളൂ. വേറെ ഉള്ളത് നമുക്ക് വൃദ്ധജനങ്ങൾക്ക് ചില ആനുകൂല്യങ്ങൾ സെൻട്രൽ ഗവൺമെൻറ്റും കേരള ഗവൺമെൻറ്റും ഒക്കെ ആവിഷ്കരിച്ച് വരുന്നുണ്ട്. അപ്പോൾ അവർക്ക് മരുന്ന് കൊടുക്കാനുള്ള സംവിധാനങ്ങളുണ്ട്, ചികിത്സ, മെഡിക്കൽ ക്യാമ്പുകൾ, ആംബുലൻസ് സൗകര്യങ്ങൾ, ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലേക്ക് കൊണ്ടുവരാനും വീട്ടിൽ നിന്ന് ഹോസ്പിറ്റലിലേക്ക് പോകാനുള്ള സംവിധാനങ്ങൾ, അങ്ങനെ വയോജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ സ്കീമുകളൊക്കെ ഇപ്പോൾ പലയിടത്തും, പകൽ വീടുകളും ഇങ്ങനെയുള്ള കാര്യങ്ങളും, അവർക്ക് ടൂറ് പോകാനുള്ള സംവിധാനങ്ങൾ, കുറേ സ്കീമുകൾ ഇങ്ങനെ 2017 മുതൽ വയോജന ബില്ല് വന്നതിന് ശേഷം എനിക്ക് തോന്നുന്നു നിരവധി ആനുകൂല്യങ്ങൾ ഈ തരത്തിൽ വരുന്നുണ്ട്. പക്ഷേ ഇന്നും അതിനെക്കുറിച്ച് പലരും ബോധവാനല്ല. ഇവർക്ക് ഒരുമിച്ചിരിക്കാനുള്ള ഒരു വേദി പോലും പല പഞ്ചായത്തും ഒരുക്കി കൊടുക്കുന്നില്ല. അവർക്ക് ഒരുമിച്ചിരിക്കാനും മാനസിക സന്തോഷത്തിനും ടൂർ പോകാനും ഒക്കെയുള്ള ഫണ്ടുകൾ ഇപ്പോൾ ഉണ്ട്.